ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഒരു അടിപൊളി വിഷയമാണ്. ഇത് ഞാൻ പറയുന്നത് പോലെ ഒന്ന് ഫോളോ ചെയ്താൽ ലൈഫ് ഉറപ്പായും സ്വർഗ്ഗതുല്യമായി തീരും. നമ്മുടെ ചാനലിൽ ഒരുപാട് കമൻസ് വന്നു, ഭർത്താക്കന്മാരുടേതാണ്, ഞങ്ങളെക്കുറിച്ച് ഉസ്താദൊന്നും പറയുന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഭാര്യമാരും ഒരുപാട് കമൻസ് ചെയ്തിട്ടുണ്ട്. അതായത് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഭർത്താക്കന്മാരിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണം ഭാര്യമാരെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാലുണ്ടല്ലോ, നിങ്ങളെങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും ഭർത്താക്കന്മാർ. ഷുവറാണ്, ഗ്യാരണ്ടിയാണ്. ചെയ്തു നോക്കൂലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഭർത്താവിന് വേണ്ട 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാമത്തേത് അത് സപ്പോർട്ട് തന്നെയാണ്. ഈ പുരുഷന്മാരുടെ ജന്മനയുള്ളൊരു സ്വഭാവമുണ്ട്, അതൊരു വിജയതൃഷ്ണയാണ്. അവനെല്ലാത്തിലും വിജയിക്കണം എന്നൊരു ചിന്ത ഉണ്ടാവും. അപ്പോൾ അവൻ്റെ ബിസിനസ്സിലാണെങ്കിലും അവൻ്റെ മറ്റു മേഖലകളിലാണെങ്കിലും ഒക്കെ അവന് വിജയിക്കണം. അതുകൊണ്ട് തന്നെ ആ വിജയ പ്രേരണ നൽകുന്ന ഒരു പാർട്ട്ണറാണ്, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഫ്രണ്ട് ആയിരിക്കണം അവൻ്റെ ഭാര്യ എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ടാവും. അങ്ങനെയാണ് വിവാഹ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ കടന്നു വരുന്നത്. സ്ത്രീയെക്കുറിച്ച് മറ്റ് വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് പുരുഷൻ്റെ വിഷയം നമ്മളിതിൽ പറയുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് 2 ഭാഗവും നമ്മൾ വ്യത്യസ്ത വീഡിയോകളിൽ ചർച്ച ചെയ്യും. അപ്പോൾ പുരുഷൻ അവനീ ജന്മന വിജയതൃഷ്ണ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു ആഗ്രഹത്തോടു കൂടെയാണ് ലൈഫിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവനിങ്ങനെ ഒരു ദിവസം ബിസിനസ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ മുന്നേറ്റം ലഭിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവൻ്റെ കമ്പനിയിൽ ബോസ് അവനെ ഒന്ന് അഭിനന്ദിച്ചതിൻ്റെ പേരിൽ, ഇതൊക്കെ വലിയൊരു അച്ചീവ്മെൻറ്റായി തൻ്റെ ഭാര്യയുടെ മുമ്പിൽ വന്ന് അവനിങ്ങനെ വല്ലാതെ സന്തോഷത്തോടു കൂടെ ഇങ്ങനെ വിവരിക്കും. അപ്പോൾ ഭാര്യ അവളെന്ത് ചെയ്യും? അവളിങ്ങനെ ആണ്, അതെ, ആഹാ, എന്ത് രസമുണ്ടാവാനാണ്, എന്ത് സപ്പോർട്ടാണ് അവൾ അതിലൂടെ കൊടുക്കുന്നത്. അവന് ഒരു സപ്പോർട്ടുമില്ല അല്ലേ? അല്ലെങ്കിൽ അവൻ വലിയ കാര്യത്തിൽ പറയാം, എടി എന്നില്ലേ എൻ്റെ ബോസ് എന്നെ വിളിച്ചിട്ട് എൻ്റെ പ്രോജക്റ്റ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞ്, ആണോ എന്നപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ വിശക്കണമെന്നാണോ അവനെ പറഞ്ഞത്? അല്ലല്ലോ. അവൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് നിന്നോട് പറയുമ്പോൾ നീ എന്ത് ചെയ്യണം? ഒന്ന് സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കണ്ടേ? അല്ല, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അവൻ വലിയ കാര്യത്തിന് അവൻ വലിയൊരു ഈ പുരുഷന്മാരുടെ ഒരു സ്വഭാവം എന്താ, അവർക്ക് കരയാൻ വളരെ പ്രയാസമാണ്. കരയുന്ന പുരുഷന്മാർ വളരെ വിരളാണ്. അവൻ്റെ എല്ലാ ഇമോഷൻസും അവൻ അടക്കി പിടിക്കും. ഇല്ല, എല്ലാ ടെൻഷനുകളും, ഒരുപാട് കടം ഉണ്ടാവും, കടത്തിൻ്റെ കൂടെ ആയിരിക്കും, കുടുംബം കൊണ്ടുപോകണം, മക്കളുടെ ഫീസ് അടക്കണം, എല്ലാം കൂടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ടെൻഷനായിട്ടായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത് അല്ലേ? അപ്പോൾ അവന് ചിരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ സലാം പറയാനൊക്കെ മറന്നുപോകും. അപ്പോൾ കെട്ടിയോളും മോൻ കയറ്റി പിടിച്ചുകൊണ്ട്, നിങ്ങളിത് അവിടെ പോയി കിടക്കുകയായിരുന്നു, ഒന്ന് ചിരിക്കുകയില്ല, ഒന്ന് കയറി വരുമ്പോൾ സലാം പറയുകയില്ല, ഇവക്കടെ മോന്തിരിക്കണം നോക്കിയേ. എന്നാൽ ഇവള് ചിരിച്ചില്ല. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വന്നു കയറുന്ന മനുഷ്യനാണ് സലാം പറയേണ്ടത്. ചിലപ്പോൾ അവൻ്റെ ടെൻഷനും പ്രയാസമൊക്കെ കാരണം അവനാകെ ആ സലാം പറയാനുള്ള വിഷയം പോലും മറന്നുപോയാൽ നിങ്ങൾ അങ്ങോട്ടൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കിയാൽ ലൈഫ് വളരെ അടിപൊളിയായി തീരും. ഇതിനൊന്നും നിൽക്കില്ല. ചിലപ്പോൾ നിനക്ക് കയറി വരുമ്പോൾ അവനാകെ ടെൻഷൻ പിടിച്ച് വരുമായിരിക്കും. അപ്പോൾ നമുക്ക് ആ ടെൻഷനെ കുറിച്ചൊന്നും ചോദിക്കാൻ നേരമില്ല. കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് കൊണ്ടോന്നാ ഒന്നാലോചിക്കുക എന്തായിരിക്കും ലൈഫ്. അപ്പം മനസ്സിലാക്കുക. നിങ്ങൾ അതിന് ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു ഫ്രണ്ടായി തീരണം എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? നല്ലൊരു ഫ്രണ്ടായി തീരണം. എന്തെങ്കിലുമൊക്കെ ഒരു ലോസ് അവന് സംഭവിച്ചാൽ, ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാരമില്ലേക്കാക്കാം, നിങ്ങൾ ജയിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള തീയുണ്ടല്ലോ, അതിന് വലിയ പവറുണ്ട്. നിങ്ങൾ അങ്ങനെ ഒന്ന് തോക്കണ ആളല്ല. ഞാനില്ലേ കൂടെ, ഒക്കെ ധൈര്യമായിട്ട് ഇറങ്ങ്. ഒന്ന് സപ്പോർട്ടീവായൊരു ഭാര്യയായി നോക്കി നിങ്ങൾ. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ ജിബ്രീലിനെ കണ്ട് പേടിച്ചിട്ട് ഓടി വരുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മിലൂനി, എന്നെയൊന്ന് പുതപ്പിട്ട് മൂട് ഖദീജ എന്നാ പറയണേ. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? നിങ്ങളോട് ഇപ്പം മലയിലോട്ട് കയറാൻ ആരാ പറഞ്ഞത്? നമ്മൾ ചോദിക്കും. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞു ഓടി വരുമ്പോൾ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹാ, ഖദീജ എന്ന പെണ്ണിൻ്റെ മേനിയാകുന്ന പുതപ്പ് കൊണ്ട് ചേർത്ത് പിടിച്ച് പുതപ്പിട്ട് മൂടുന്ന മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി പറയുന്ന വാക്കുണ്ട്, ആ വാക്ക് പോലും ഒരു പുതപ്പാണ്. അങ്ങ് എന്തിനാണ് സങ്കടപ്പെടുന്നത്? അങ്ങ് യത്തീമുകളെ, അനാഥരെ, അഗതികളെ സംരക്ഷിക്കുന്നവരല്ലേ. അങ്ങേ അല്ലാഹു തആല കൈവിടില്ലട്ടോ. അല്ലാഹ് അങ്ങയെ കൈവിടൂല. അങ്ങ് വിജയിക്കും. ഈ ഒരു സപ്പോർട്ടീവായ സംസാരം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യരെ.
ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കൊടുക്കാൻ വരുന്നുണ്ടോ? അപ്പം ഞാൻ ഈ ചിരിച്ചിരിക്കുന്നത്, എനിക്ക് നിങ്ങളോട് ഇതുപോലെ സംസാരിക്കാൻ കഴിയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. കണ്ണു വെക്കരുത്, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അവളുടെ ആ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ചിരിക്കാൻ വലിയ പ്രയാസമാണ്. ഞാൻ ആകപ്പാടെ ചിരിയില്ലാത്തൊരു മനുഷ്യനായി പോകുമായിരുന്നു. ആ ഒരു സപ്പോർട്ട് എല്ലാ പുരുഷന്മാരും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പുരുഷന്മാർക്ക് കെയറിങ് ഒന്നും എപ്പോഴും വേണ്ട. എപ്പോഴും കെയറിങ് ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾക്ക് എപ്പോഴും കെയറിങ് വേണം. അവളുടെ അടുക്കൽ ഇങ്ങനെ അവക്കടയ്ക്കും ഇങ്ങനെ അവളെ കെയർ ചെയ്ത് നടക്കണം. എന്നാൽ പുരുഷൻ അങ്ങനെയൊന്നുമല്ല, അവൻ എപ്പോഴും കെയറിങ് ഒന്നും വേണ്ട. അങ്ങയുടെ കെയറിങ് ഒന്നും അവന് വേണ്ട. 2 സമയത്ത് മതി. ഒന്ന് തകർച്ചയിലാണ്, എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയത് ആകെ തകർന്നിരിക്കുമ്പോൾ ആ സമയത്ത് പോയി പ്രശ്നം ഉണ്ടാക്കാതെ അവൻ കെയറിങ് ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ്, കെയർ ചെയ്യണം. 2ാമത്തേത് അവൻ അസുഖമായി കിടക്കുന്ന സമയത്താണ്. അവനൊരു പ്രയാസം ബാധിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ 24 മണിക്കൂറും അവളൊന്ന് വിളിക്കണം, എടി ഒന്ന് വന്ന് എൻ്റെ അടുത്തിരുന്നേ, ഞാൻ വന്ന് അടുത്തിരുന്നോ അടുക്കളയിലെ പണിയൊക്കെ അവരെടുക്കും, ഒന്ന് പോയേക്കാക്ക അവിടെ നിന്ന്. പിന്നെ എങ്ങനെയാണ് ലൈഫ് ഹാപ്പിനെസ് ഉണ്ടാവുക? പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ആക്കിയെടുക്കണം നിങ്ങളുടെ ലൈഫ് അല്ലേ? അവൻ്റെ അടുക്കൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം, ആ തലയിലൊന്ന് തടവണം, ഒരു ചുംബനം കൊടുക്കണം. നിങ്ങൾക്ക് അങ്ങോട്ട് അവനിൽ നിന്ന് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ പോരാ, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ആ തലയൊന്ന് തടവിയിട്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ മുഖത്ത്, കവിളത്ത്, അല്ലെങ്കിൽ നെറ്റിയിൽ, മൂർധാവിൽ ഒരു ചുംബനം കൊടുത്തിട്ട് ഒന്നുമില്ല, അതൊക്കെ മാറും കേട്ടാ. എന്തെൻ്റെ കാക്ക് വേണ്ടത് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ ഇക്കൂന് എന്താ വേണ്ടത്, ഞാൻ ഉണ്ടാക്കി തരാമല്ലോ. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ പറഞ്ഞ്? വയ്യാത്ത സമയത്ത് നിങ്ങളൊന്ന് എപ്പോഴും കെയറിങ് എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ ചുറ്റിലും നടക്കേണ്ടതില്ല. അതുപോലെ തന്നെ അവന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് നിങ്ങൾ നിരന്തരം കമ്പയർ ചെയ്യുക. എൻ്റെ അനിയത്തിയുടെ കെട്ടിയോ നോക്കിയേ, എൻ്റെ ചേട്ടത്തിയുടെ കെട്ടിയോ നോക്കിയേ, നിങ്ങളുടെ പെങ്ങളുടെ കെട്ടിയോ നോക്കിയേ, അവരൊക്കെ അങ്ങനെയാണ്, നിങ്ങളിങ്ങനെ നടന്നു. ഒരു പുരുഷനും ആഗ്രഹിക്കില്ല. അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു അപമാനമാണ്. അതുപോലെ തന്നെ ചില ഭാര്യമാരുണ്ട്, മക്കളുടെ മുമ്പിൽ വെച്ച് ഭർത്താക്കന്മാരെ ഇങ്ങനെ അപമാനിക്കും. കണ്ടില്ലേ, പാപ്പാനെ പോലെ തുടങ്ങിക്കോ, നീയും പാപ്പാനെ പോലെയാണ്. അതല്ല പുരുഷൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്നതിലൂടെ മക്കൾക്കും പാപ്പാനെക്കുറിച്ചൊരു മോശം ചിന്തയെ കൊടുക്കുക. നിങ്ങൾ എന്താ പറയണം, നല്ലൊരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും വാപ്പിയുടെ മോനല്ലേ, അങ്ങനെ വരുള്ളൂ, നല്ലത് പറഞ്ഞു കൊടുക്കണം. ആ മക്കൾക്കും ബാപ്പാക്കും അഭിമാനമാണ്. അപ്പോൾ 1ാമത്തേത് അവൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഫ്രണ്ട്ലിയായ ഒരു സപ്പോർട്ടാണ്. 2ാമത്തേത് അത് അച്ചീവ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അവനിൽ ആ വിജയതൃഷ്ണ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ലോകത്തൊരുപാട് യുദ്ധങ്ങൾ പെണ്ണിന് വേണ്ടി നടന്നിട്ടുണ്ട്, പെണ്ണിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പെണ്ണിൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരുപാട് യുദ്ധം നടന്നത്? അത് സ്ത്രീയുടെ പ്രണയത്തിലകപ്പെട്ടപ്പോൾ ആ പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പുരുഷൻ തയ്യാറായതുകൊണ്ടാണ്. നിങ്ങളുടെ പ്രണയത്തിന് അത്ര പവറുണ്ട് സഹോദരിമാരെ. നിങ്ങൾ പ്രണയിച്ച് നോക്കൂ. കല്യാണത്തിന് മുമ്പൂരൊക്കെ ഭയങ്കര പ്രണയമായിരിക്കും, കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രണയമില്ലൊന്നുമില്ല. പ്രണയിക്കണം. നിങ്ങൾ പ്രണയിച്ചു നോക്കിയേ. ആ പ്രണയം കൃത്യമായി നിങ്ങളുടെ പുരുഷന് ബോധ്യപ്പെടുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങളുടെ ഭർത്താവ് തയ്യാറാകുമെന്നാണ്. കൊടുക്കേണ്ട രൂപത്തിൽ നിങ്ങൾ പ്രണയിച്ചു നോക്കിയേ, നിങ്ങളിങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുമെന്നാണ്. നല്ല ഫ്രണ്ടായി മാറുക. പുരുഷൻ്റെ കൂടെ നിങ്ങൾ എപ്പോഴും ഇരിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ആഗ്രഹിക്കും പുരുഷൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. അത് ഒരു പെണ്ണിൻ്റെ സൈക്കോളജിക്കലി അവളെ ചിന്തിക്കുന്ന അങ്ങനെയാണ്. എന്നാൽ പുരുഷൻ അങ്ങനെയല്ല. നിങ്ങളെപ്പോഴും അവനോടൊപ്പം വേണമെന്നൊന്നും അവന് ചിന്തയില്ല. ചിലപ്പോൾ ഈ പുരുഷനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവൻ ഇമോഷണലി വല്ലാതെ കരയുന്നവനല്ല, ഇമോഷനെല്ലാം സപ്രസ് ചെയ്ത് വെക്കുകയാണ് ശരീരത്ത്. ആ ഇമോഷൻസ് മുഴുവൻ ഒരുപാട് സങ്കടങ്ങൾ, കടത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ബാധ്യതകൾ, കുടുംബം പോറ്റാനുള്ള ടെൻഷൻ, ഇതെല്ലാം ശരീരത്തിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ആർക്കാ? പുരുഷനാണോ സ്ത്രീക്കാണോ? പുരുഷന്മാർക്കാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അവൻ്റെ ഇമോഷൻസ് അവൻ ഒരിക്കലും പ്രകടിപ്പിച്ചു കൊള്ളുന്നില്ല കരച്ചിലിലൂടെ. അതുകൊണ്ട് ചിലപ്പോൾ അവൻ പറയും, ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെണ്ണുങ്ങൾ എന്ത് പറയും? പണ്ടൊക്കെ ഞാൻ വേണമായിരുന്നു, ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കണം, എന്നാ പോയി ഒറ്റയ്ക്കിരി. എന്നിട്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഒളിഞ്ഞു നോക്കായിരിക്കും. ഫോൺ എടുക്കണ്ട, എന്തിനാ ഒറ്റയ്ക്കിരിക്കണത്? വേറെ ആരോടെങ്കിലും ചാറ്റ് ചെയ്യാനാണോ? അയ്യോ. മനുഷ്യരങ്ങനെയല്ലടോ, അങ്ങനെയല്ല. പുരുഷൻ്റെ പ്രകൃതി അങ്ങനെയല്ല. പുരുഷൻ്റെ പ്രകൃതി അങ്ങനെയല്ല. അവൻ ഒറ്റയ്ക്കിരിക്കണമെങ്കിൽ കുറച്ച് നേരം അന്നേക്കാക്ക ഒറ്റയ്ക്കിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ ഒറ്റയ്ക്ക് അങ്ങനെ ഇരുത്തി പോകരുത്. അവൻ ആ ഒരു പ്രയാസം നേരിടുന്ന സമയത്ത് ഒറ്റയ്ക്കിരിക്കണം എന്ന് അവൻ പറഞ്ഞാൽ ഒറ്റയ്ക്കിരുന്നോട്ടെ.
അല്ലാത്ത സമയത്ത് സപ്പോർട്ടീവായി നിങ്ങൾ ഉണ്ടാകണം. ഒരു നിങ്ങളുടെ ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ നിങ്ങളുടെ നിരന്തരമുള്ള ഫോൺ കോൾസ് അങ്ങനെയൊന്നും പുരുഷൻ ആഗ്രഹിക്കണില്ല. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ പുരുഷൻ എപ്പോഴും അത് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവന് തകർന്നിരിക്കുമ്പോൾ അസുഖബാധിതനായിരിക്കുമ്പോഴൊക്കെയാണ് നിങ്ങളുടെ ഫോൺ കോൾസ് ഇങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുക. നിരന്തരം ഫോൺ കോൾ ചെയ്താൽ അവനത് ഒരു ഇറിറ്റേഷനായിട്ടായിരിക്കും പലപ്പോഴും അനുഭവപ്പെടുക. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയല്ല, രണ്ടും വ്യത്യസ്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അത് രണ്ടുപേരുടെയും മൈൻഡ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാണ്ട്. ചിലപ്പോൾ 24 മണിക്കൂറും ഫോൺ ചെയ്യും, ഭർത്താവ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടാൽ ഇപ്പം എൻ്റെ ഫോൺ കോളൊന്നും ഇഷ്ടമല്ല. അത് പുരുഷ പ്രകൃതിയാണ്. 24 മണിക്കൂറുള്ള ഈ ഒരു കെയറിങ് അത് ചിലപ്പോൾ പുരുഷൻ താല്പര്യപ്പെട്ട് കൊള്ളുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ കോമൺലി ഉള്ള വിഷയമാണ് കേട്ടോ പറയുന്നത്. എന്നെ ആരും ഇതിൻ്റെ പേരിൽ ചീത്ത പറയാൻ വരേണ്ടതില്ല. അത് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേത് അത് സെക്സ് തന്നെയാണ്, ലൈംഗികത തന്നെയാണ്. ലൈംഗികത എന്ന് പറയുമ്പോൾ തന്നെ തെറി പറയാൻ പറ്റില്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികത തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇഷ്ടമുള്ള ഒരാളോട് ഒരുപാട് നേരമെടുത്ത് സ്റ്റാർട്ടിങ്ങും ഒരുപാട് നേരമെടുത്ത് കഴിയുകയും ചെയ്യുന്ന ക്രിയയാണ് ലൈംഗികത എന്ന് പറയുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവന് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് അവന് സെക്ഷൽ ഫീലിംഗ് വരും. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ആ ചിന്ത അങ്ങ് മാറുമ്പോഴത്തേക്കും അതങ്ങ് പോവുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് തന്നെ ഈ പുരുഷൻ്റെ ലൈംഗികത അത് ഒരുപാട് നാളിങ്ങനെ നീണ്ടുക്കും. സ്ത്രീ ചിലപ്പോൾ ചിന്തിക്കും ഒരു 40-45 വയസ്സാകുമ്പോഴത്തേക്കും ഒരു മെൻസ്ട്രൽ പ്രോസസ്സൊക്കെ നിന്ന് പോകാൻ നേരത്തെ അവൾ ചിന്തിക്കും, കെട്ടിയോനും ഇങ്ങനെ ഇരിക്കും, ഇപ്പം ലൈംഗികതയും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയല്ല, പുരുഷന് ചിലപ്പോൾ മരണം വരെയൊക്കെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പോൾ 45 വയസ്സാകുമ്പോഴത്തേക്കും കെട്ടിയുള്ളൂ, ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ആയില്ല, ഇനി എന്തൊട്ട് അയ്യേ നിങ്ങളും ഇങ്ങോട്ട് പണി നോക്ക്. ഒരിക്കലും അങ്ങനെ പറയരുത്. മനസ്സിലാവുന്നുണ്ട്? അവൻ്റെ ലൈംഗിക താല്പര്യങ്ങളെ വിലവെക്കുന്ന ഭാര്യയായിരിക്കണം. ഭാര്യയുടേത് ഭർത്താവും വിലമതിക്കണം. രണ്ടുപേർക്കും അതിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണമെന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. രണ്ടുപേർക്കും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം. അത് പരസ്പരം ചോദിച്ചറിയുകയും വേണം. ഒരിക്കലും ആ വിഷയത്തിൽ നുണ പറയാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ 90 വയസ്സായ ആളാണെങ്കിൽ പോലും ഇപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിത് നുണ പറയല്ല, എൻ്റെ ഓൺ എക്സ്പീരിയൻസ്. ഒരാൾ എന്നോട് ഒരു പ്രായം ചെന്ന 93 വയസ്സുള്ള ഒരു വല്യുപ്പ എന്നോട് പറഞ്ഞ കാര്യമാണ്. പുള്ളി 2 കല്യാണം കഴിച്ചു. അതായത് ആദ്യ ഭാര്യ മരണപ്പെട്ടപ്പോൾ ഒരാളും കൂടെ കല്യാണം കഴിച്ചു, അയാളും മരണപ്പെട്ടു. മൂപ്പർക്ക് 93 വയസ്സുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, പൊന്നുസ്താദേ മക്കൾ സമ്മതിക്കാത്തതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഒരെണ്ണം കൂടെ എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നെന്ന്. എത്രാമത്തെ വയസ്സിൽ? 93-ാമത്തെ വയസ്സിൽ. ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ പുരുഷൻ്റെ ആഗ്രഹങ്ങൾ അത്ര പെട്ടെന്നൊന്നും പോയിക്കൊള്ളുന്നില്ല. അപ്പോൾ അവന് ആഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസപ്പെടുന്ന സമയത്താണ് ഇത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ കഴിഞ്ഞോണം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ മെൻസ്ട്രൽ പീരീഡിലാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പെയിൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. അതല്ലാതെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അവൻ്റെ ലൈംഗിക താല്പര്യങ്ങളെ നിങ്ങൾക്ക് തീർത്തു കൊടുക്കാനായിട്ട്. ഞാൻ അതിലേക്കൊന്നും വിഷയങ്ങളും ഞാൻ അതൊന്നും പറഞ്ഞ് കാട് കയറി പോകുന്നില്ല. നിങ്ങൾക്ക് വേറെ ഒരുപാട് വഴികളുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അവൻ്റെ ലൈംഗിക താല്പര്യങ്ങളെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. ഇല്ലെങ്കിലുള്ള പ്രശ്നമാണ് മറ്റുള്ള ഹറാമായ മേഖലകളിലേക്ക് പുരുഷന്മാർ ചെന്നെത്തുന്നത്. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിട്ട് ഞാൻ പറയട്ടെ, അവർ ഫോൺ കോൾസിലൂടെ സെക്ഷൽ ടോക്ക് അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായല്ലേ അവർക്ക് പറ്റുള്ളൂ. നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഭർത്താവല്ലേ, നിങ്ങൾ സംസാരിക്കുന്നുണ്ടെന്താ കുഴപ്പം? അയ്യേ പിള്ളേർ കേൾപ്പിക്കണതിനെ മാറി സംസാരിക്കണം. നിങ്ങൾ ഭാര്യയും ഭർത്താവല്ലേ. മനസ്സിലാവുന്നുണ്ട്? അയ്യേ ഇനിയിപ്പോൾ എത്രയൊക്കെ അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട മനുഷ്യരെ. അപ്പോൾ ഈ സെക്ഷൽ ഫീലിങ്ങിന് ലൈംഗികതയ്ക്ക് വലിയ പ്രാധാന്യം പുരുഷൻ കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി പെരുമാറുന്നവളായി ഭാര്യ മാറിയാൽ ആ ലൈഫ് അടിപൊളിയായിത്തീരും. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ 3 പറഞ്ഞിട്ടുള്ളൂ. ഈ 3 കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ലൈഫ് അടിപൊളിയാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ശ്രമിക്കൂലേ? കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം എല്ലാവരിലേക്കും ഇത് എത്തട്ടെ. കുടുംബ ബന്ധങ്ങളൊക്കെ ഭംഗിയുള്ളതായി തീരട്ടെ. നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകളുടെ കുടുംബ ബന്ധങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്, സ്നേഹം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കമൻസൊക്കെ കാണുമ്പോൾ മനസ്സ് നിറയണം. അത്രേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അല്ലാഹു തആല എല്ലാവർക്കും ഹൃദ്യമായ ലൈഫ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.